എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 6-ാം ദിവസം. ഓം മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ശ്ലോകം 6. ധനു പൗഷ്പം മൗർവി മധുകരമയി പഞ്ചവിശിഖ വസന്തസാമന്തോ മലയ മരുദായോധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമവി കൃപാം അപാങ്കാത്തെ ലബ്ധ്വാ ജഗതിദം അനങ്കോ വിജയതേ. എന്നുകൂടെ പറയാം. ധനു പൗഷ്പം മൗർവി മധുകരമയി പഞ്ചവിശിഖ വസന്തസാമന്ത മലയമരുത് ആയോധനരഥ തഥാപി ഏക സർവം ഹിമഗിരിസുതേ കാം അഭി കൃപാം അപാങ്കാത് തേ ലബ്ധ്വാ ജഗതിദം അനങ്ക വിജയതേ. അല്ലയോ ഹിമവൽ പുത്രിയായ പാർവതി. ഇവിടെ കാമദേവൻ്റെ ധനുസിനെ കുറിച്ചാണ് പറയുന്നത്, വില്ലിനെ കുറിച്ചാണ് പറയുന്നത്. കാമദേവൻ്റെ ധനുസ് അതിമാർദ്ദവമുള്ള പുഷ്പമയമാണ്. പുഷ്പമയം എന്ന് വെച്ചാൽ 5 പുഷ്പങ്ങളാണ് കാമദേവൻ്റെ വില്ലായിട്ടുള്ളത്. അത് അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോൽപലം. അപ്പോൾ ഇങ്ങനെ 5 പുഷ്പങ്ങളാണ്. അതാണ് ഇവിടെ അതിമാർദ്ദവമുള്ള പുഷ്പമയം എന്ന് പറയുന്നത്. കാമദേവൻ്റെ ധനുസ് എന്ന് പറയുന്നത്, കാമദേവൻ്റെ വില്ലെന്ന് പറയുന്നത് 5 പുഷ്പങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പുഷ്പമയം എന്ന് പറഞ്ഞ്. ഞാണ് വണ്ടിനങ്ങളാണ്, വണ്ടിൻ്റെ കൂട്ടങ്ങളാണ് ഞാണ്. അപ്പം അശോകം 5 പുഷ്പങ്ങളെന്ന് പറഞ്ഞില്ല, അതാണ് അരവിന്ദാദി 5 മാത്രവും. ബാണങ്ങൾ അരവിന്ദാദി 5 മാത്രവും 5. സഹചരൻ എന്ന് വെച്ചാൽ മന്ത്രി, സഹചരനായ മന്ത്രി. വസന്ത ഋതുവാണ്, വസന്തകാലമാണ് കാമദേവൻ്റെ മന്ത്രി. യുദ്ധത്തേര എന്ന് പറയുന്നത് മലയമാരുതൻ. മലയമാരുതൻ എന്ന് വെച്ചാൽ മലയജ പർവ്വതത്തിൽ നിന്നും വരുന്ന സുഗന്ധമുള്ള കാറ്റ്. അപ്പോൾ ഇവിടെ മന്ത്രി, കാമദേവൻ്റെ മന്ത്രി എന്ന് പറയുന്നത് വസന്ത ഋതുവും വസന്തകാലവും. യുദ്ധത്തേര എന്ന് പറയുന്നത് സുഗന്ധമുള്ള മലയമാരുതനുമാണ്. എന്നിട്ടും ശരീരം കൂടി ഇല്ലാത്ത അനങ്കൻ ശരീരമില്ലാത്തവൻ കാമദേവൻ. ശരീരവും കൂടി ഇല്ലാത്ത മന്മഥൻ എന്താണ്? കാമദേവൻ നിസ്സഹായനായി നിന്തിരുവടിയുടെ കടക്കണ്ണിൽ നിന്നുണ്ടായ ലോകോത്കൃഷ്ടമായ കരുണയെ പ്രാപിച്ചിട്ട് സമസ്തമായ ജഗത്തിനെയും വിശേഷേണ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ വളരെ മൃദുവായ പുഷ്പമയമായ വില്ല്. ഞാണെന്ന് പറയുന്നത് വണ്ടിൻ്റെ കൂട്ടങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്? സഹചരൻ മന്ത്രി എന്ന് പറയുന്നത് വസന്തകാലവും. യുദ്ധത്തേര് മലയമാരുതനും ആയിരുന്നിട്ട് കൂടി അനങ്കനായ കാമദേവൻ ഈ ലോകത്തെ ജയിക്കുന്നു. എങ്ങനെയാണ് ഈ സമസ്തമായ ഈ ലോകത്തെ മുഴുവൻ ജയിക്കുന്നത്? ജഗത്തിനെ മുഴുവൻ ജയിക്കാനുള്ള കാരണം നിന്തിരുവടിയുടെ കടക്കണ്ണിൽ നിന്നുണ്ടായ ലോകോത്കൃഷ്ടമായ കരുണ കാരണമാണ്. ദേവിയുടെ കടക്കണ്ണിൽ നിന്നുണ്ടായ ലോകോത്കൃഷ്ടമായ കരുണ എന്ന് പറഞ്ഞാൽ ദേവിയുടെ കരുണ മാത്രം കൊണ്ടാണ്. ദേവിയുടെ കടക്കണ്ണിൽ നിന്നും ലഭിച്ച ആ കരുണയിൽ നിന്ന് മാത്രം ലോകോത്തരമായ കരുണയെ പ്രാപിച്ചിട്ടാണ്, അതായത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് കാമദേവനെ ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്നത്. ഇവിടെ പ്രകൃതിയെക്കുറിച്ച് പറയുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ പ്രണയവും സ്നേഹവും ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലെല്ലാം സുന്ദരമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മന്ത്രി ആരാ? വസന്ത ഋതു എന്ന് പറഞ്ഞാൽ പ്രകൃതി ഇങ്ങനെ എല്ലാം കൊണ്ടും പുഷ്പിച്ച് നല്ല പുഷ്പങ്ങളെയൊക്കെ, സുഗന്ധപൂരിതമായ പുഷ്പങ്ങളും വർണ്ണശബളമായ പൂക്കളുമൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിൽ സ്നേഹം അല്ലെങ്കിൽ പ്രണയം തോന്നിക്കുന്ന രീതിയിൽ ഈ പ്രകൃതിയെ ആക്കുന്നതും ആരാണ്? കാമദേവനാണ്. പക്ഷേ കാമദേവൻ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്നു. എല്ലാവരെയും എന്താ പറയുന്നത്? എല്ലാവരിലും കാമം ഉണർത്തുന്നു. പ്രകൃതിയിലും മനുഷ്യരിലും എല്ലാം കാമം ഉണർത്തുന്ന ആ കാമദേവന് ആ ശക്തി കൊടുക്കുന്നത് ആരാണ്? ദേവിയുടെ കരുണ മാത്രമാണ്. അതായത് ദേവിയുടെ കരുണ കൊണ്ട് മാത്രമാണ് കാമദേവന് ഈ ലോകം കീഴടക്കാൻ പറ്റുന്നത്. അപ്പം മന്മഥനും ദേവീപ്രസാദം കൊണ്ടുണ്ടായ അപാരമഹിമയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് കാമദേവനും
ദേവീ പ്രസാദം കൊണ്ടുണ്ടായ അപാരമായ മഹത്വം. അപ്പോൾ ഇവിടെ നമുക്കെന്താണ്, നമ്മളിങ്ങനെ നമുക്കും അപ്പോൾ കാമദേവന് ദേവീപ്രസാദം കിട്ടിയപ്പോൾ ഈ ലോകം മുഴുവൻ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ദേവിയെ ഭജിക്കുന്ന ഭക്തന്, ദേവിയെ സ്തുതിക്കുന്ന ഭക്തന് ദേവീപ്രസാദം ഉണ്ടായാൽ എന്തുമാത്രം അനുഗ്രഹമായിരിക്കും ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദേവി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധനുപൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖ വസന്തസാമന്തോ മലേ മരുതായോധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമവീകൃപാം അപാങ്കാത്തേ ലബ്ധ്വാ ജഗതിജമനംഗോ വിജയതേ. എല്ലാവർക്കും മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.